MLA-മാരായി ചുമതലയേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും. രാഹുൽ ദൈവനാമത്തിലും പ്രദീപ് സഗൗരവവുമാണ് പ്രതിജ്ഞ ചൊല്ലിയത്. നിയമസഭാ ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ അടക്കമുള്ളവർ പങ്കെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വൻ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. AK ആന്റണിയെയും രാഹുൽ സന്ദർശിച്ചു. AKG സെന്ററിലെത്തിയ ശേഷമാണ് UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തത്. TV പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. TV പ്രസാദ്, എങ്ങനെയായിരുന്നു സത്യപ്രതിജ്ഞ? സുജയ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെയായിരുന്നു ചടങ്ങ്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു സ്പീക്കർ AN ഷംസീർ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സുജയ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും അതുപോലെ UR പ്രദീപ് ദൃഢപ്രതിജ്ഞയുമാണ് ചെയ്തത്. ചേലക്കരയിൽ നിന്ന് രണ്ടാമതായാണ് UR പ്രദീപ് നിയമസഭയിൽ എത്തുന്നത്. നേരത്തെ 2016 രാഹുൽ മാങ്കൂട്ടം ആദ്യമായിട്ടാണ് നിയമസഭയിൽ എത്തുന്നത്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA കൂടിയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭരണപക്ഷത്തിലാണെങ്കിൽ സച്ചിൻ ദേവാണ് പ്രായം കുറഞ്ഞ MLA. നിയമസഭാ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഒരു സങ്കടകരമായ കാര്യം. പക്ഷേ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, മറ്റ് പ്രധാനപ്പെട്ട നിയമസഭാ സാമാജികർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ AKG സെന്ററിലെത്തി അവിടെ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് UR പ്രദീപ് നിയമസഭയിലേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. ഒപ്പം AK ആന്റണിയെയും സന്ദർശിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിജ്ഞ ചെയ്യാൻ എത്തിയത്. ഇനിയിപ്പോൾ വൈകിട്ട് അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണമുണ്ട്. അതുപോലെ CPM പ്രവർത്തകരുടെ സ്വീകരണം UR പ്രദീപിനും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയും VD സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരുന്നു രാവിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഉണ്ടായത്. സുജയ. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.